മെയിൻലി ഇൻസുലിൻ എടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് ഫാസ്റ്റിങ്ങിൽ 240 ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഇന്നലത്തെ റിസൾട്ട് വെറും 82. മുടി കൊഴിച്ചില്, താരൻ, മുടിയുടെ ഉള്ളു കുറയില്ല, മുടിയുടെ. അപ്പോൾ ഞാൻ സഞ്ജുവും കൂടി തലശ്ശേരിക്കേക്ക് പോയിന്ന്. തലശ്ശേരി ഒരു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയിന്ന്. രാവിലെ തന്നെയാണല്ലേ സഞ്ജയ്? 9:15 കഴിഞ്ഞു. നമ്മൾ 9 മണി 9:15 നമ്മൾ ഇറങ്ങിയിനി. അപ്പോൾ ഇന്ന് ആടത്തെ വിശേഷങ്ങളും വീഡിയോയും കാര്യങ്ങളെല്ലാം കാണിക്കാം. ഞാൻ സഞ്ജുവേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ഇന്ന് ജിഷ്ണുവിനും ഇവർക്കെല്ലാം കുടിയലും കല്യാണം എന്തെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ സഞ്ജു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആടത്തെ വിശേഷങ്ങൾ കാണാം. ചെറിയ വീഡിയോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റെയിൽവേ ക്രോസ് എത്തിയിട്ടുണ്ട്. തലശ്ശേരിയല്ല, എന്നാൽ കുയ്യാരിയ, അങ്ങനെ ഒരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിങ്ങനെ റെയിൽവേ ക്രോസിന് എടുക്കാം. ആദ്യം എൻ്റെ വണ്ടി എത്തുന്നേട്ടാ. അപ്പുറം വണ്ടി കാണൂല, അപ്പുറം വണ്ടി ഇല്ല. എന്നാലും ഇതിൻ്റെ മുന്നിൽ ട്രെയിൻ നമുക്ക് എത്ര എടുത്ത് കാണാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ കേട്ടോ, തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ഇപ്പുറത്താണുള്ളത്. ലൊക്കേഷൻ കറക്റ്റ് ഞാൻ അവരോട് തന്നെ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് ഏതാ സ്ഥലം പറയാനുള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. അവിടെ നമ്മൾ അത്രയും തെറ്റിയിട്ടില്ല. ഇങ്ങോട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ. വേറെ വീടും പരിപാടികളുണ്ട് ഇതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട്. ആയൂർ ഗ്രാമം ഇതാണ് കേട്ടോ സ്ഥലം. ഇവിടെ പ്രമേഹം ഡയബറ്റിക്കിൻ്റെ ആണ് മെയിനായിട്ട് ഇവിടെ കാര്യം ചെയ്യുന്നത്. നമ്മൾ ക്യാമ്പ് അതിൻ്റെതാണ്. ആയൂർ ഗ്രാമം ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു പേഷ്യൻ്റ് ഒരു ഇക്കയുണ്ട്. ഇക്ക ഇവിടുത്തെ എത്ര മാസമായി ഇക്ക ഇവിടെ ട്രീറ്റ്മെൻറ്റ്? 4ാമത്തെ പ്രാവശ്യം വരുന്നത്. മാസം വരും. പ്രത്യേകത എന്ന് വെച്ചാൽ ഇക്ക കണ്ണൂരുകാരനല്ല. ഞാൻ കണ്ണൂരില്ല, ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കൈമലിശ്ശേരി എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നത്. ഓക്കെ, അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഇത്രയും ദൂരം ഇവിടുത്തെ ഈ ഇവിടെ ഹോസ്പിറ്റൽ വരാൻ കാരണം ഇതിൻ്റെ അഡ്വർടൈസ്മെന്റ് കണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ആദ്യം വന്ന്, പിന്നീട് ഞങ്ങൾ എല്ലാവരും വന്ന്, ഇപ്പം ഞങ്ങൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഷുഗർ ആയിരുന്നു ഷുഗർ അല്ലേ? ഷുഗർ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇംഗ്ലീഷ് മരുന്നിൻ്റെ പകുതിയുള്ളൂ. ഇപ്പോൾ പകുതി നിർത്തി. ഇംഗ്ലീഷ് മരുന്ന് ഓൾറെഡി കഴിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലീഷ് മരുന്ന് പകുതി നിർത്തി, പകുതി ഉള്ളിപ്പോൾ കഴിക്കണുള്ളൂ. അതെ, നോർമൽ. വീഡിയോ അല്ല വേണ്ട, ഞാൻ സെപ്പറേറ്റ് ചോദിക്കാം. വീഡിയോ കൊടുത്താണ്. ഷുഗർ ആയിട്ട് തന്നെ വന്ന അടുത്തേക്ക് ഷുഗർ അല്ല. ഇപ്പം എങ്ങനെയുണ്ട്? നോർമൽ അല്ലേ? ഫാസ്റ്റ് 179 വരെ ഉണ്ടായതാണ്. മറ്റത് 235 അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്. പക്ഷേ അതിൻ്റെ ഷുഗർ തുടങ്ങിയിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ, അധികം കാലമായി. അപ്പോഴത്തേക്ക് തന്നെ വന്നതുകൊണ്ട് 72ാമത്തെ വയസ്സിലാണ് വന്നത്. 73 എനിക്ക് ഇപ്പം. അപ്പോൾ ഇവിടെ വന്നതിനെ കൊണ്ട് വളരെയധികം. ഞാൻ ഫസ്റ്റ് വന്നതിൽ തന്നെ എനിക്ക് നോർമലായിട്ട് 100 താഴേക്ക് വന്നു അല്ലേ? നമ്മളെന്താ പറയുക, ഞാനിപ്പോൾ ഇതൊരു വീഡിയോ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ സത്യസന്ധമായിട്ട് ആൾക്കാർ നമ്മളൊരാൾ ചോദിച്ചിട്ട് സത്യം പറഞ്ഞിട്ടില്ല, അതെ അല്ല അങ്ങനെയല്ല. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. മലപ്പുറത്തു നിന്നാണ് ഇവരെല്ലാവരും വരുന്നത് കേട്ടോ. നമ്മളിതൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല. ഇവരും എല്ലാം മലപ്പുറത്തുള്ളവരാണ് കേട്ടോ, കൂടിയുള്ളവർ തന്നെ അല്ലേ? ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടായില്ല, ഇല്ല. പക്ഷേ അതിന്റെ ഗുണം കൂടി ഉണ്ട്. മലപ്പുറത്ത് ഇവർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ ഇത്. നമ്മൾ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും ഉപകാരപ്പെട്ട ഒരുപാട് ഷുഗർ പേഷ്യൻസ്, അസുഖം. അതെ, ചെറുപ്പക്കാർക്ക് തന്നെ ഷുഗർ അത്രയും. നമ്മളെന്നാ നോക്കിയാൽ ഇപ്പോൾ അന്ന് ചക്കിന്നെല്ലാം പറയുന്നുണ്ട് കൊളസ്ട്രോളിൻ്റെ ഇത്. അതുകൊണ്ട് പക്ഷെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാർക്കെങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട്. ഒരു പ്രൊമോഷൻ വീഡിയോയേ അല്ല. പറയാം, നമ്മൾ നമ്മൾ അങ്ങനെ ഇത്രയും ദൂരം വന്നത് ഈ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങളുടെ കോഴിക്കോടല്ലേ? ഈ ഒരു ഗ്രാമം നമ്പർ കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഡയബറ്റിക്കാണ് ഇവിടെ കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. എല്ലാം ഉണ്ട് കേട്ടോ. എൻ്റെ പേര് മുഹമ്മദ് കോയ, മലപ്പുറം തന്നെ, തിരൂര്, മംഗലം. നിങ്ങളെല്ലാവരും മലപ്പുറം. ഇവരൊക്കെ ഞാനാ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റിൽ ഞാനാ വന്നിട്ടുണ്ട്. എന്റെ റിസൾട്ടിനനുസരിച്ച് ഇപ്പൊ വന്നതിന്റെ കൂടെ വന്നിട്ട് 8-10-12 പേര് വന്നില്ല. ഷുഗർ തന്നെയായിരുന്നു. എല്ലാവർക്കും ഷുഗറിന്റെ കംപ്ലൈന്റ് ആണ് മെയിൻ ആയിട്ട്. അതെല്ലേ. അപ്പൊ എല്ലാവർക്കും നോർമൽ തന്നെയാണ് ഇവിടെ വന്നതിന് ശേഷം. ഞാനിപ്പോ വളരെ നോർമൽ എന്ന് വെച്ചാൽ എനിക്ക് പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി, വേറൊരു മരുന്നും വേണ്ട. നിങ്ങളെ മുഖത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. നിങ്ങൾ വർത്താനം പറഞ്ഞിട്ട് ഒരു ആശുപത്രിയിലൊന്നും ഫീൽ കാണുന്നില്ല. അതാണ് അല്ല, ഉള്ളതിന് നമ്മൾ സന്തോഷിക്കണല്ലോ. നമുക്ക് എന്ത് ആരെ കൊണ്ടാണ് ഒരു ഇതുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോ എനിക്ക് 240 ഉണ്ടായിരുന്നു. 240 ഉണ്ടായിരുന്നു ഫാസ്റ്റിങ്ങിൽ 240 ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഇന്നലത്തെ റിസൾട്ട് വെറും 82 ഫാസ്റ്റിങ്. ഭക്ഷണം കഴിച്ചിട്ട് 93 ആണ്. അപ്പം ഇനി മുതൽ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു പൗഡർ യൂസ് ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ഗുളിക ഇനി നിർത്തിയിരിക്കണം. പിന്നെ ഇംഗ്ലീഷ് ഗുളിക ഞാൻ ആദ്യം തന്നെ ഇവിടുത്തെ ഫസ്റ്റിൽ മരുന്ന് തുടങ്ങുമ്പോൾ 15 ദിവസമാണ് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചത്. പിന്നെ കഴിച്ചിട്ടില്ല. ബാക്കിയുള്ള ഹെൽത്ത് കാര്യങ്ങളെല്ലാം ഓക്കെ. അതിനുശേഷം പിന്നെ യൂറിക് ആസിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിനിപ്പെടുന്ന ഒരു കുപ്പി, ഒരു ടോണിക്, ഒരു ലിക്വിഡ് തന്നിരുന്നു. അതിപ്പോ 6.2 ഉള്ളൂ. ഇവിടെ വരുമ്പോ 8.4 ഉണ്ടായിരുന്നു. യൂറിക് ആസിഡിന്റെയും ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലേ? ഞാനിവിടെ അടുത്ത് തന്നെയാണ്, ഞാനിവിടെ അടുത്ത സ്ഥലം. പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയില്ലായിരുന്നു. യൂട്യൂബിൽ കണ്ടു. ഇവിടെ വരണക്കാട്ടി മുമ്പ് അവിടെയാണ് ഞാൻ വന്നത്. ആദ്യം റെയിൽവേന്റെ അവിടെ ആയിരുന്നു ഇവര്. പിന്നെ അവിടെ മാറിയത്, ഇങ്ങോട്ടേക്ക് മാറിയല്ലേ? കുറച്ചും കൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട് മാറിയതായിരിക്കും. അപ്പോൾ കണ്ടതിൽ സന്തോഷം. ഷുഗർ ഉണ്ടായിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഷുഗറിൻ്റെ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ യൂറിക് ആസിഡ് ഇല്ലേ, യൂറിക് ആസിഡ് അതും ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ പല ആളോടും ചോദിക്കുമ്പോൾ യൂറിക് ആസിഡ് ഇനിയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുമ്പം നമുക്കിതുപോലുള്ള അസുഖങ്ങൾ ചിലപ്പോൾ വയസ്സൊന്നും പണ്ട് വയസ്സായാലേ ചില കാര്യങ്ങൾ അസുഖം വരുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ നമുക്കെല്ലാം ഞാന്ന് 27 വയസ്സൊന്നും വേണമെന്നില്ല അറ്റാക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും വരുന്നുണ്ട്. സ്ട്രോക്ക് ആയാലും ഷുഗർ ആയാലും പ്രശ്നമായാലും. ഡോക്ടറോട് സംസാരിക്കാം. ഡോക്ടറോട് നമ്മളൊന്ന് കീരിപ്പാട് സംസാരിച്ചു. ഭയങ്കര തിരക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഡോക്ടർ തന്നെ ഒന്ന് വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. കുട്ടികളിലെ പഠന വൈകല്യം, ഓർമ്മക്കുറവ്, പഠനത്തിലെ താല്പര്യക്കുറവ്, അതിന് ആയുർവേദ ചികിത്സ, പൈൽസ്, ഫിസ്റ്റുല, സർജറി കൂടാതെ വേദനാ വിഭാഗം. അങ്ങനെ ഭയങ്കര ഒരു ഞാനൊരു പുതിയ സ്ഥലത്തെത്തിയ ഒരു ഫീലാട്ടോ. എനിക്ക് ഒരുപാട് അറിവുകൾ. ആയുർവേദ ബ്യൂട്ടി ക്ലിനിക്ക്, മുടി കൊഴിച്ചിൽ, താരൻ, മുടിയുടെ ഉള്ളു കുറയൽ, മുടിയുടെ ഇങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എന്നാണ് പറയാനുള്ളത്. ഇവരെല്ലാവരും പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും മാറ്റമുണ്ടെന്നാണ്. ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല. അപ്പോൾ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. ഞാൻ ഈ വീഡിയോ വേണ്ടി ആർക്കെങ്കിലും വന്നിട്ട് ഒരു ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നത് സക്സസ് ആണ്. ഇനിയിപ്പോൾ കമൻറ്റിൽ കുറേ ആൾക്കാർ വന്നിട്ട് പറയും ഇതിങ്ങനെയല്ലേ, ഇത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ലേ, അല്ലെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞ് തെറ്റാന്ന്. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്കൊന്നുണ്ട് ഇത് കണ്ടിട്ട് ഒരാൾക്ക് ഉപകാരപ്പെടണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് തന്നെ ഉദ്ദേശിക്കുന്നത്. നമ്മളിനിപ്പോൾ ആരെന്തെന്ന് പറയാൻ നമുക്ക് വിഷയമൊന്നുമില്ല. ഇങ്ങനത്തെ നല്ല കാര്യങ്ങളുണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യും. ഇത് വെച്ചാൽ എന്താ പറയുക, മോശം, അതായത് ഒരാളുടെ ജീവൻ നശിപ്പിക്കാനോ ഒന്നുമല്ല, അതിന് വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു അയാൾക്ക് അത്രയും ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റെല്ലാം നടക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഷവിന തന്നെ പേര്. വീട് ഇവിടെ തന്നെയാണ്, തലശ്ശേരി തന്നെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്ഥലം. പഞ്ചകർമ്മ. ഓക്കെ. ഇത് നമ്മളെ ഈ ഓക്കെ. നമ്മൾ ഈ വീഡിയോ അല്ലാത്തെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കയറുന്നത്. ഇത് സ്റ്റീം ബാത്ത്, അതായത് ഇവിടെ പേഷ്യന്റ് എത്തിയിട്ട് അവർക്ക് അവിടെ ഇതിലോട്ട് ഇരുത്തും. സ്റ്റീം കൊടുക്കും. നമ്മളെ ഈ ആവിയെല്ലാം വരുന്നല്ലേ? ശരി. ഇത് ശരിക്കും ഇതെന്നാണ് ശരിക്കും ചെയ്യുന്നതിൻ്റെ ബോഡി ഒന്ന് എനർജറ്റിക് ആവാൻ വേണ്ടിട്ടല്ലേ? ഇങ്ങനെ വലിയ ആൾക്കാരെല്ലാം ഇടയ്ക്ക് ഇങ്ങനത്തെ വന്നിട്ട് ചെയ്യുന്നുണ്ട്. സഞ്ജു ഒന്ന് ചെയ്ത് നോക്കുന്ന ഞാൻ ഏതൊരു സിനിമയില്ലേ നമ്മളെ പട്ടാളത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇതില്ലേ. നമ്മളിതെല്ലാം ദൂരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സഞ്ജുവിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. സഞ്ജുവിൻ്റെ തലയാവോ? എല്ലാവരും നോക്കല്ലേ? അടിച്ചു ഇതാണ് ഈ തല മാത്രമേ കേട്ടാ.
അപ്പം ഞാനെന്തായാലും വിചാരിക്കലുണ്ട് ഇത് നിൽക്കുവാന്ന് ചെയ്യുന്നതല്ലേ ഇരിക്കുവായിരുന്നു ഇപ്പം ഇത് അതിനോട് തല പുറത്തേക്ക് ഉണ്ടാവും. ഇവർക്ക് ഉള്ളിലുള്ളവർക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ പുറത്ത് തല ഇറങ്ങിയിട്ടാണെന്ന് വിചാരിച്ചിട്ടില്ല ഇങ്ങനത്തെ കാണുമ്പോൾ. അടിപൊളി അറിയുക മതി. അപ്പോൾ നമ്മൾ ഡോക്ടർ റൂമിലേക്ക് കയറുന്നുണ്ട്. എൻ്റെ പേര് പ്രജി മേനോൻ. ഡോക്ടർ ദൃശ്യദാസ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളാണെന്നുള്ളത് എന്നൊന്ന് ഡോക്ടറിനെ ഒന്ന് ചില നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന്. ഇവിടെ മെയിൻലി ഡയബറ്റിക് ആണ് ഉള്ളത്. നമ്മൾ 3 മാസം കൊണ്ട് ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. മെയിൻലി ഇൻസുലിൻ എടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ട്. ഒരു സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യൻസിനെ പോലും നമുക്ക് മെഡിസിനൊക്കെ ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെ അതെ. ഡയബറ്റിക് നമ്മൾ ജീവിതശൈലി രോഗമാണല്ലോ ഡയബറ്റിക്. അപ്പം നമ്മൾ ആയുർവേദപരമായിട്ടുള്ള നമ്മൾ ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മളെ മെഡിസിനും അതിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് നമുക്കത് കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് ആയുർവേദമല്ലേ, അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി സൈഡ് എഫക്റ്റിനെ പറ്റി നമ്മൾ ബോധഡാവുകയാണ്. പിന്നെ ഡയബറ്റിക്കിന് പുറമെ ഇവിടെ ഇപ്പോൾ ആയുർവേദ കോസ്മെറ്റോളജി വിഭാഗമുണ്ട്. അതുപോലെ പെയിൻ മാനേജ്മെന്റിൽ മറ്റുള്ള നമുക്കറിയാമല്ലോ, മറ്റു അലോപ്പതി മെഡിസിനെ സംബന്ധിച്ചിടത്തോളം പെയിൻ മാനേജ്മെന്റ് ഒരു പരിമിതികളുണ്ട്, നമുക്കറിയാം. നമ്മുടെ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമുക്ക് റിസൾട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നടുവേദനയായാലും ശരി, മുട്ടുവേദന, അതുപോലെ തന്നെ ശരീരം മുഴുവനുള്ള വേദന, കൈവേദന, ഇങ്ങനെയുള്ള ധാരാളം പേഷ്യൻ്റ് ഉണ്ട്. ഇതിനുള്ള ഏറ്റവും നല്ല ചികിത്സ നമുക്കിവിടെ പഞ്ചകർമ്മ ചികിത്സ ഉൾപ്പെടെ എല്ലാ സൗകര്യവും നമുക്കിവിടെ ലഭ്യമാണ്, ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ കോസ്മെറ്റോളജി, ആയുർവേദ കോസ്മെറ്റോളജി ഇപ്പം ഏറ്റവും കൂടുതൽ ബൂം ചെയ്തു വരും. നമ്മളിപ്പോൾ സൗന്ദര്യ വർധന, മുടിയുടെ ചികിത്സ, ഇതിനൊക്കെ ആയുർവേദം നമ്പർ 1. മുടിയുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ. GFC, PRP പോലുള്ള കാര്യങ്ങളും, അതുപോലെ റൂട്ട് സ്ട്രെങ്തനിങ് ട്രീറ്റ്മെന്റ് ഉണ്ട്, ബയോട്ടിൻ ട്രീറ്റ്മെന്റ്, കെരാറ്റിൻ ട്രീറ്റ്മെന്റ്, ഇങ്ങനെ ധാരാളം ചികിത്സാ സംവിധാനങ്ങളും മെഡിക്കേറ്റഡ് ഓയിൽ തെറാപ്പി, അങ്ങനെ ഒരുപാട് സൗകര്യം നമുക്കിവിടെയുണ്ട്. ഓക്കെ. ഞാനിവിടെ അടുത്ത് തന്നെയാണ്, മയിലാരനാണ്. പക്ഷേ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉള്ളത് ഞാൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ പുറത്തുള്ളവരോടൊക്കെ സംസാരിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന്, മലപ്പുറത്തുനിന്നൊക്കെയാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ളവർക്കും ഇത് ഈ വീഡിയോ കാണുന്നവരും ഉണ്ടെങ്കിൽ ആയിരിക്കും ഉപകാരപ്പെട്ടെ എന്നുള്ള കണ്ടീഷനിലാണ് പറയുന്നത്. പക്ഷേ അതുപോലെ തന്നെ പൈൽസ്, ഫിസ്റ്യൂള, ഫിഷർ പോലുള്ള അസുഖങ്ങൾക്ക് ഇപ്പം അലോപ്പതിയിൽ ഒരുപാട് ചികിത്സാ ചെലവ് വരുന്നതാണ്. വെരിക്കോസ് വെയിൻ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ടും ആയുർവേദ സർജറി വിഭാഗമുണ്ട്, ശല്യതന്ത്രമാണ്. അപ്പോൾ അത്തരം ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ നമുക്കിവിടെ ഉണ്ട്. അതിനുള്ള സജ്ജീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ സൗകര്യങ്ങളും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്. ഓപ്പറേഷൻ അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓപ്പറേഷൻ ഇപ്പോൾ അഗ്നികർമ്മ എന്ന് പറഞ്ഞ പ്രൊസീജിയറുകൾ വരുന്നുണ്ട്, ക്ഷാരകർമ്മ എന്ന് പറഞ്ഞ പ്രൊസീജിയറുകൾ, ധാരാളം ആയുർവേദ തന്നെയുള്ള പ്രൊസീജിയറുകളുണ്ട് ചെയ്യുന്നുണ്ടല്ലേ. അത് വെരിക്കോസ് വെയിൻ അല്ലേ. നമ്മുടെ നാട്ടിലിപ്പോൾ ചുരുക്കം നമ്മുടെ അടുത്ത് തന്നെ നോക്കിയാൽ തന്നെ വെരിക്കോസ് വെയിൻ, ഷുഗർ, അതുപോലെ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്, ചെറുപ്പക്കാരടക്കം. അപ്പോൾ ഇത് ഡയബറ്റിക്കിൽ ഡോക്ടർ ദൃശ്യദാസ് പറഞ്ഞ പോലെ എത്ര കാലപ്പഴക്കമുള്ളതും എത്ര അളവിൽ ഇൻസുലിൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുന്ന ആളാണെങ്കിലും വെറും 30 മുതൽ 90 ദിവസത്തിനകം ഇംഗ്ലീഷ് മെഡിസിൻ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമ്മളെ മെഡിസിൻ ഡോസ് പതുക്കെ കുറച്ച് പൂർണ്ണമായും മെഡിസിനിൽ നിന്ന് ഒഴിവായി, അതായത് നമുക്ക് ഡയബറ്റിക് റിവേഴ്സൽ സാധ്യമാണ്. ഒരുപാട് ചികിത്സാ ചെലവൊന്നും ഇവിടെ വരുന്നില്ല, വളരെ തുച്ഛമായ ചികിത്സാ ചെലവ് മാത്രമേ ഇവിടെ വരുള്ളൂ. അതുകൊണ്ടാണ് ധാരാളം പേഷ്യന്റ് അക്ഷയ കണ്ടല്ലോ. അതെ തിരക്ക് ഞാനും സഞ്ജു കൂടി ഇങ്ങനെ പറയലായിരുന്നു, നമ്മൾ പൊതുവെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു തിരക്ക് നമ്മൾ കണ്ടിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ചതവ് അങ്ങനത്തേനൊക്കെ വരുന്നവര് പുറമെ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉള്ളതും എന്തായാലും കൂടുതൽ ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ഇവിടത്തേക്ക് വരട്ടെ. എല്ലാവർക്കും അസുഖങ്ങളുണ്ടെങ്കിൽ വേദാകട്ടെ. ആരെങ്കിങ്ങോട്ടേക്ക് വരുന്നതാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ ഏതാണെന്ന് ഇത് വരുവാ. ഇതിന് ലൊക്കേഷൻ വരുന്നത് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ, ബസ്സിൽ വരുന്ന ആളുകൾക്ക് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കായത്ത് റോഡ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. കായത്ത് റോഡ് നടക്കാനുള്ള ദൂരം മാത്രമേ. റെയിൽവേ സ്റ്റേഷനിൽ വരികയാണെങ്കിലും പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് നടന്നു വരാം. കായത്ത് റോഡ് ആരോടും ചോദിച്ചാൽ മതി, ആയുർഗ്രാമ ആയുർവേദ ഹോസ്പിറ്റൽ. കായത്ത് റോഡ് അല്ലേ? കായത്ത് റോഡ്. ഓക്കെ. അപ്പോൾ ആരെങ്കിലും വരുന്നതാണെങ്കിൽ തലശ്ശേരി അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം അപ്പുറം ഇപ്പുറം തന്നെയാണ്. ഞാനതാ പറഞ്ഞു, പക്ഷെ നമുക്ക് ഈ റോഡ് ഏതാണെന്ന് പറയാൻ കിട്ടുന്നില്ല. കായത്ത് റോഡ്. ഓക്കെ. നിങ്ങളെ കണ്ടതിലും പരിചയപ്പെടുത്തി ഒത്തിരി സന്തോഷം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. ഇനി നാട്ടിലേക്ക് പോയെന്ന് നമ്മൾ കൂടിതാ മമ്പറം, അഞ്ചരക്കണ്ടി, ചാലോട്, ഇരിക്കൂർ
നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ ക്രോസ് കിട്ടീനി, അങ്ങോട്ട് പോകുമ്പോൾ കിട്ടി. ഇതിൽ എന്തെല്ലോ മാറ്റങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? എന്തോ പാലാ റോഡ് എന്തെല്ലോ വന്നിട്ടുണ്ട് മാറ്റം. ഞാൻ കുറച്ചായി ഇങ്ങോട്ട് തലശ്ശേരി ഭാഗത്ത് വന്നിട്ട്. ഇത് നമ്മൾ തലശ്ശേരിന്ന് മമ്പറത്തേക്ക് പോകുന്ന റൂട്ടായത്. ഇവിടെ ഒരു പാർക്കും പരിപാടിയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സെറ്റാവുന്നുണ്ട്. ഇവിടെ എല്ലാം സെറ്റാവട്ടെ, എല്ലാം നല്ലതിനാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ച് ആശംസിക്കുകയും